തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉയർത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് തിരുവല്ല എം.ഡി.എം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച CDS ചെയർപേഴ്സൺമാരുടെ സംസ്ഥാനതല സംഗമത്തിന്റെ ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംരംഭകത്വ വികസനം തുടരുന്നതിനൊപ്പം വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിപ്പിച്ച് സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകും. ഓണത്തിനു മുമ്പ് 1 ലക്ഷം വനിതകൾക്കും അടുത്ത മാർച്ചിനുള്ളിൽ 3 ലക്ഷം പേർക്കും വേതനാധിഷ്ഠിത തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ഓണവിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളടങ്ങിയ ഗിഫ്റ്റ് പാക്കറ്റുകൾ കുടുംബശ്രീ ഓൺലൈൻ സംവിധാനമായ പോക്കറ്റ് മാർട്ട് വഴി വിപണിയിലെത്തിക്കും. അയൽക്കൂട്ടാംഗങ്ങളുടെ അംഗസംഖ്യ 50 ലക്ഷമാക്കുകയാണ് കുടുംബശ്രീയുടെ അടുത്ത ലക്ഷ്യം. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനായി നടപ്പാക്കുന്ന കേട്ടാപ്പ് പദ്ധതിയുടെ ഭാഗമായി 180-ലേറെ ആധുനിക സാങ്കേതികവിദ്യ കുടുംബശ്രീ സ്വന്തമാക്കി. വിവിധ ഗാർഹിക പരിചരണങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന K4 കെയർ, ഉന്നത നിലവാരം പുലർത്തുന്ന പ്രീമിയം കഫേ റെസ്റ്റോറൻറ്റുകൾ, സ്കൂളുകളിൽ മാ കെയർ പദ്ധതി എന്നിങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികൾ കുടുംബശ്രീ നടപ്പിലാക്കുന്നു. ജനാധിപത്യ ഘടനയും മതനിരപേക്ഷ സ്വഭാവവും കുടുംബശ്രീയെ വ്യത്യസ്തമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നേതൃത്വത്തെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെല്ലാം നേതൃത്വത്തെ സൃഷ്ടിച്ച കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകളെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ. 3,17,724 അയൽക്കൂട്ടങ്ങൾ, 19,470 ADSകൾ, 1034 തദ്ദേശ സ്ഥാപനങ്ങളിലായി 1070 CDSകൾ. കുടുംബശ്രീയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള വൈവിധ്യവൽക്കരണം ആവശ്യമാണെന്ന് അധ്യക്ഷൻ മാത്യു ടി തോമസ് MLA പറഞ്ഞു. ഓരോ CDSും നടത്തുന്ന പ്രവർത്തനങ്ങളും സംരംഭങ്ങളും അറിയാനും നല്ല മാതൃകകൾ ഏറ്റെടുക്കാനും സംഗമം അവസരമൊരുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ CDSുകളുടെ നേതൃത്വത്തിൽ നടത്തിയ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനവും കൈവരിച്ച നേട്ടങ്ങളും വിവരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം മന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള CDS അധ്യക്ഷരാണ് CDS സംഗമത്തിൽ പങ്കെടുത്തത്. കുടുംബശ്രീ ഭാവി പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന മിഷനിലെ IBCB ടീമിന്റെ നേതൃത്വത്തിൽ അവതരണവും ജില്ലകളുടെ വിഷയാവതരണവും തിരഞ്ഞെടുത്ത മികച്ച മാതൃകകളുടെ അവതരണവും ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അബ്രഹാം, തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു, നഗരസഭ വാർഡ് കൗൺസിലർ ലജു M സക്കറിയ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ S ആദില തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.